ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ നാവിൽ വെള്ളമുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ കാണിച്ചല്ലേ പറ്റൂ. കേബേജ് തോരൻ, കൂട്ടുകറി, അവിയൽ, ബീട്രൂട്ട്, രസം, സാമ്പാർ, പപ്പടം, ചോറ്, പിന്നെ നല്ല ചിക്കൻ പൊരി. അതിന് പറയുമ്പോൾ നല്ല എന്താ പറയുക, അടപ്രഥമനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കണ്ടില്ലേ, നല്ല സാമ്പാർ. ഈ സാമ്പാറുണ്ടല്ലോ എൻ്റെ അമ്മ ഉണ്ടാക്കിയ കേട്ടോ. എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണല്ലോ അമ്മമാരെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് ആണെങ്കിലോ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവിടെ വീട്ടിൽ ചെന്നാൽ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ പൊരി ഞാൻ ഉണ്ടാക്കിയതാണ്. ഏതായാലും ഇതൊക്കെ തന്നെ നമ്മളെ ഫുഡ്. പിന്നെന്താ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് മനുവേട്ടനാട്ടോ നമ്മളെ കൂട്ടുകറി അവിയലൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണം മുറിക്കലും ഒക്കെ മറ്റാൾ തന്നെ ഉണ്ടായത്. മറ്റാൾ വന്നാൽ ഓരോരോ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതൊരു സഹായമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ കേട്ടോ. ഈ റോസ് ഉണ്ടല്ലോ നമ്മളെ ബീട്രൂട്ട് പച്ചടി കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടെ ഹാളിൽ ഇരുന്നിട്ടൊന്ന് കഴിക്കാതെ. എൻ്റെ പാപ്പന് വന്നിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതാ. അപ്പോൾ അനിയത്തിമാർ, അവരുടെ മക്കൾ, മനേട്ടൻ, അച്ഛൻ, പാപ്പൻ, അമ്മ എല്ലാവരും ഒത്തുകൂടിയുള്ളൊരു ചെറിയൊരു മിനി സദ്യ എന്നെ പറയാമല്ലോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇലയിൽ, കണ്ടില്ലേ, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല വാരി വലിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെന്താ പറയുക, ഫുഡ് കുത്തി കയറ്റി പിന്നെ പാമ്പ് ഇരവിഴിഞ്ഞ കണക്കായിട്ടോ. പിന്നെ ഞങ്ങളിതാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിലേക്ക് വെച്ച് പിടിച്ചു. കൂട്ടായി അഴിമുഖത്തായ ഒരു ചെറിയൊരു പാർക്കുണ്ട്. ചെറിയതൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ പാർക്കിൻ്റെ പുറത്തിരുന്നിട്ട് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോഴാണ് ആദ്യം പറഞ്ഞത്, വരും മക്കളെ ഞങ്ങൾ പോകണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ അവൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇന്ത ഗുഹയും താണ്ടി പാർക്കിലേക്ക്. അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് തന്നെ നടക്കാമെന്നുള്ളൂ കേട്ടോ. അതാ പിള്ളേരൊക്കെ നല്ല ഉഷാറിലാണ്. അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങൾ പെൺപടയാണ് കേട്ടോ വന്നിട്ടുള്ള. ആരും ആണുങ്ങളൊന്നും വന്നില്ല, നിങ്ങൾ പോയിട്ട് വരും എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ ഏതായാലും ഇതാ പാർക്കിലേക്ക് കാലെത്തുക ഞങ്ങൾ. അതാ നമ്മൾ ആദ്യത്തെ ശീലം തന്നെ വായി നോക്കാം. അതാ നമ്മൾ പാർക്കിലേക്ക് കയറി പൂളിൽ ഇങ്ങനെ നോക്കിക്കുക, കുട്ടികളെ വായി നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു. അല്ല മക്കളെ, നമുക്ക് വേറെ റൈഡിലൊന്നും കയറണ്ടേന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വിളിച്ചു കൊണ്ടുപോയി. ഇതാ എല്ലാവരും ഓരോരുത്തരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ എല്ലാവരും കളിച്ചു ഓരോ റൈഡിലും. എൻ്റെ മോള് ഒറ്റയ്ക്ക് കളിച്ച് മടുത്ത്. എല്ലാ പാർക്കിലേക്ക് പോകുമ്പോഴാണ് ഒറ്റയ്ക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് അനിയത്തിമാരെ കുട്ടികളൊക്കെ ആയിട്ട് പാർക്കിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളെന്താ ഇവിടെ മൃഗങ്ങളെ ഫീഡ് ചെയ്യണ ഒരു ഇതുണ്ട് കേട്ടോ. അതിൽ ക്യാഷൊന്നും കൊടുക്കണ്ടെന്നുള്ളതുകൊണ്ട് അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആദ്യം കിളിക്ക് കൊടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ആദ്യം പാമ്പിൻ്റെ തോളിൽ വെച്ച്. ഇവിടെ വിക്രമാദിത്യൻ വേതാളം എന്ന് പറഞ്ഞവരെ ആദ്യം പാമ്പ്. ഇനി നമുക്കൊരു ഫോട്ടോഷൂട്ടായാലോ? അപ്പോൾ ഓക്കെ, ബായ്.